ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ കലക്ക ഉരട്ടിയുടെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, ഓ ഇതാണല്ലേ ഉരട്ടിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഉരട്ടിയല്ല, ഉരട്ടിയുടെ വീഡിയോ ഞാൻ വേറെ ഇടാനേ. അപ്പോൾ ഇതാ ഉരട്ടി ഉണ്ടാക്കുന്ന റെസിപ്പി ഇതാണ്. നമ്മൾ ഏത് പാത്രത്തിൽ മാവ് എടുക്കുന്നോ ആ പാത്രത്തിൽ 2 പങ്ക് അളവ് തിളപ്പിക്കാൻ വെക്കണേ. അതിൽ ആദ്യത്തേൽ പാല് പോലെ ഇരുന്നത് ഞാൻ കുറച്ച് തേങ്ങാപ്പാലിരുന്നു, അപ്പോൾ നമ്മൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കളറ്. സാധാരണ വെള്ളം മാത്രം വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം ആവശ്യത്തിന്. നല്ല തേങ്ങ നിറയെ വേണം, എന്നാലേ രുചി കാണുള്ളൂ. അപ്പോൾ നമ്മളിതാ ഈ ഒരളവ് പാത്രത്തിൽ ഇത്രയും തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം നല്ല തിളപ്പിക്കാൻ വെക്കണം. മാവ് എടുക്കുന്നത് പുട്ടിന് പൊടിച്ച് വെച്ച മാവും പിന്നെ ഇടിയപ്പം പത്തിരി മാവില്ലേ, അത് രണ്ടും കൂടെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാതി പാതി രണ്ടും അളവിലാണ് മാവ് എടുത്തിരിക്കുന്നത്. വെള്ളം നല്ല വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്കും മാവിനെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തവി കൊണ്ട് നല്ലോണം അത്യാവശ്യം എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ചൂടെല്ലാം ആറിയതിന് ശേഷം കൈവച്ച് നല്ല മിക്സ് ചെയ്ത് പരുവത്തിലാക്കിയെടുക്കണം. ഈ ഉരട്ടി, പാലാട, ഓട്ടട ഇതെല്ലാം ഈ തെക്ക് ഭാഗത്തോട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണല്ലോ. നമ്മളങ്ങോട്ട് ഒരുപാട് വടക്കോട്ട് കൊണ്ടൊന്ന് അറിഞ്ഞുകൂടാ എനിക്ക്. പക്ഷെ ആലപ്പുഴ ആ സൈഡിലൊന്നും അങ്ങനെ ഇത് ഞാനിതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നത്. അവിടെയൊക്കെ പത്തിരിയല്ലേ കൂടുതലും ഫേമസ് ആയിട്ടുള്ളത്. മാവ് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ചെറിയ ചെറിയ സൈസിൽ ഷേപ്പാക്കി എടുക്കണം. അത് ബോളായിട്ടോ എങ്ങനെയായാലും പരത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മാവ് എത്രത്തോളം നല്ല മിക്സ് ചെയ്ത് സോഫ്റ്റ് ആക്കുന്നോ അത്രത്തോളം ഉരട്ടി നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിരിക്കും. ഇതാണ് ഞങ്ങളുടെ ഉരട്ടി പലകയെ. അപ്പോൾ പലകയിൽ ഇതുപോലൊരു കർച്ചീഫ് വിരിച്ചിട്ടിട്ട് അത് നനച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് മാവ് അതിലേക്ക് എടുത്ത് വെച്ച് കൈ കൊണ്ട് പതുക്കെ പതുക്കെ പരത്തി ആ ഒരു ഷേപ്പിലാക്കി സർക്കിളിൽ എല്ലായിടവും വരുന്ന രീതിയിൽ ആക്കിയെടുക്കണം. അത് കുറച്ച് വെള്ളം എടുത്ത് അടുത്ത് വെച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കൈ നനച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ ഒരേപോലെ ആയിരിക്കണം പരന്ന് വരുന്നത്. ഒരിടത്തും കട്ടി കൂടി അങ്ങനെ ഇരിക്കാൻ പാടില്ല. പരത്തിയതിന് ശേഷം നമ്മൾ ഇതിന് പതുക്കെ കയ്യിലോട്ട് എടുത്ത് വെച്ചിട്ട് ആ കർച്ചീഫ് പതുക്കെ മാറ്റിയെടുത്താൽ മതി. എന്നിട്ട് ദോശക്കല്ലിലേക്ക് ഇടുക. ദോശക്കല്ല് നല്ല ചൂടായിരിക്കണം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ആ ഒരു സൈഡ് വേകുന്നത് വരെ തീ കൂടി തന്നെ ഇരിക്കാം. എന്നിട്ട് മറിച്ചിട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് നമുക്ക് തീ കുറച്ച് വയ്ക്കാം. എന്നിട്ട് വീണ്ടും അടുത്തത് ഇടുമ്പോഴത്തേക്കും തീ കൂട്ടി വയ്ക്കണം. നല്ല തീ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലോണം വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഉരട്ടി റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ.